ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് പേഴ്സണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇവയൊക്കെയാണ്. നമുക്ക് ആദ്യം പേഴ്സണൽ ഫാക്ടേഴ്സ് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ. പേഴ്സണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ഏജ്, ഓക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈല്, എക്കണോമിക് സിറ്റുവേഷൻ. അതിലൊന്നാമത്തെ കാര്യം ഏജാണ്. നമുക്കറിയാം ഏജ് ഏത് രീതിയിൽ കൺസ്യൂമർ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാരണം ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. അത് നമുക്കറിയാം. ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ടേസ്റ്റ് ആയിരിക്കില്ല ഒരിക്കലും ഒരു യങ്സ്റ്ററിനുണ്ടാവുക. അത് എല്ലാ തരം പ്രൊഡക്ട്സ് വാങ്ങുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഏജ് ആൻഡ് ലൈഫ് സൈക്കിൾ ഹാവ് പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഓൺ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് കൺസ്യൂമേഴ്സ് change the purchase of goods and services with the passage of time. The family life cycle consists of different stages such as young singles, married couples, unmarried couples, etc., which help marketers to develop appropriate products for each stage. ഇതിൽ നമുക്ക് എക്സ്ട്രാ പറയാനായിട്ടൊന്നുമില്ല. ഏജ് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. വലിയ രീതിയിൽ തന്നെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ എഫക്റ്റീവ്. റൈറ്റ്. നമ്മളിപ്പം ഏതെങ്കിലും ഒരു ക്ലോത്തിങ് ആണ് വാങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം മെൻസിൻ്റെ കേസിൽ തന്നെ ഒരുപാട് രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഒരുപാട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ഷർട്ട് അതല്ലെങ്കിൽ ഒരു നോർമൽ അറ്റയറാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാഷനബിൾ അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഷർട്ടായിരിക്കും എപ്പോഴും യങ്സ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ഒരു 18 to 35 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ എപ്പോഴും അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് ഒരു മിഡിൽ ഏജ്ഡായിട്ടുള്ള ആളുകൾ എബോവ് 40 ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഒരു നോർമൽ ട്രെൻഡ് എപ്പോഴും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാഷൻ സെൻസ് എന്ന് പറയുന്നത് എപ്പോഴും യങ്സ്റ്റേഴ്സിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് പിന്നിലായിരിക്കും. റൈറ്റ്. നമ്മൾ ഏത് അപ്പാരൽസ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങുകയാണെങ്കിലും പലപ്പോഴും നമ്മളിപ്പോൾ ബൈക്കിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും യങ്സ്റ്റേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുക സ്പോർട്ടി ആയിട്ടുള്ള കുറച്ച് ഫാൻസി ടൈപ്പ് വെഹിക്കിൾസ് ആയിരിക്കും. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടികളായിരിക്കും. പക്ഷേ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും കംഫർട്ടാണ് നോക്കുക. റൈറ്റ്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും അധികം ഇപ്പം KTM പോലുള്ള ബൈക്കുകളൊക്കെ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് ആരാണ്? യങ്സ്റ്റേഴ്സ്. ഈ പറയുന്ന 18 to ഒരു 35 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. സോ ഏജ് എന്ന് പറയുന്നത് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ഈസ് ഓക്യുപ്പേഷൻ. അതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഓക്യുപ്പേഷനും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ദ ഓക്യുപ്പേഷൻ ഓഫ് എ പേഴ്സൺ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹിസ് ബൈയിങ് ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, ദ മാർക്കറ്റിംഗ് മാനേജർ ഓഫ് എൻ ഓർഗനൈസേഷൻ വിൽ ട്രൈ ടു പർച്ചേസ് ബിസിനസ് സ്യൂട്ട്സ്, whereas low level worker in the same organization will purchase rugged work clothes. ഓക്യുപ്പേഷനും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മളിത് സോഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും വൈറ്റ് കോളർ ജോബ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും, അല്ലെങ്കിൽ അവരെല്ലായ്പ്പോഴും പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ഒരു മാനേജർ ലെവലിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എല്ലായ്പ്പോഴും ഈ പറഞ്ഞ പോലെ കാഷ്വൽസ് അതുപോലെ ഫോർമൽ ഔട്ട്ഫിറ്റ്സൊക്കെ വേറെ വാങ്ങാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഒരു ലോവർ ഇൻകം ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ എല്ലായ്പ്പോഴും ഒരു
നോർമൽ ഫാഷൻ സെൻസുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ എന്തുണ്ടായിരിക്കില്ല, അവരുടെ കയ്യിൽ ഇൻകം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലായ്പ്പോഴും ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും എന്തായിരിക്കും, പ്രൈസിനെ പറ്റി എല്ലായ്പ്പോഴും കൺസേൺഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുക, അവർ പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ലൈഫ് സ്റ്റൈലും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ കസ്റ്റമർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അഫക്റ്റിംഗ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. Life style refers to the way a person lives in a society and is expressed by things in his or her surroundings. It is determined by customer interests, opinion, activities, etc., and shapes his whole pattern of acting and interacting in the world. ലൈഫ് സ്റ്റൈലും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഓരോരുത്തരും, അതായത് ചില ആളുകൾ എല്ലായ്പ്പോഴും ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് ഒട്ടും ഫാഷനബിൾ അല്ലാത്ത, ഏറ്റവും ട്രഡീഷണലായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ചില ആളുകൾ എല്ലായ്പ്പോഴും വലിയ രീതിയിൽ ഫാഷൻ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. അത് അവരുടെ എല്ലാത്തരം പർച്ചേസസിലും റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളത്. ഇപ്പം ഒരു സോപ്പ് വാങ്ങുകയാണെങ്കിൽ പോലും ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു സോപ്പ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക. പക്ഷേ കുറച്ചധികം നല്ല ഒരു വലിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കില്ല. എല്ലായ്പ്പോഴും അയാൾ തിങ്ക് ചെയ്യുന്നത് ഏറ്റവും ഹൈ പ്രൈസുള്ള പ്രൊഡക്റ്റ് വാങ്ങാം എന്നുള്ളതായിരിക്കും. എല്ലായ്പ്പോഴും ഏറ്റവും നല്ല ബ്രാൻഡ്സ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്രാൻഡ്സ്, ഏറ്റവും നല്ല പ്രൈസ് ടാഗുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാനായിട്ടായിരിക്കും എപ്പോഴും ശ്രമിക്കുക എന്നുള്ളത്. അതും റിലേറ്റഡ് ആണ് നമ്മൾ പറയുന്ന എക്കണോമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തരും എക്കണോമിക് സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. അത് ഇൻകവുമായിട്ട് റിലേറ്റഡ് ആണ്, നമ്മളിത് പറഞ്ഞ കാര്യമാണ്. ദ കൺസ്യൂമർ എക്കണോമിക് സിറ്റുവേഷൻ ഹാസ് എ ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓൺ ഹിസ് ബൈയിങ് ബിഹേവിയർ. ഇഫ് ദ ഇൻകം ആൻഡ് സേവിങ്സ് ഓഫ് എ customer are high, then he will purchase more expensive products. On the other hand, a person with low income and savings will purchase inexpensive products. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്കണോമിക് സിറ്റുവേഷനും എന്തുണ്ടായിരിക്കും, വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ട് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ്, ചോയ്സ് വളരെ കുറവാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുക എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളതാണ്, റൈറ്റ്. അപ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമ്മൾ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുള്ളൂ, നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ചോയ്സ് കൂടുതലുള്ളൂ. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള പ്രൊഡക്റ്റ് മാത്രമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ഫാക്ടേഴ്സ്: ഏജ്, ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈല്, എക്കണോമിക് സിറ്റുവേഷൻ. പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് അതിൽ വരുന്നതാണ് പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, പ്രൊപ്പൻസിറ്റി ടു സേവ്, കൺസ്യൂമർ ക്രെഡിറ്റ്. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം പെർ ഹെഡാണ്, ഇൻഡിവിജ്വൽ ഇൻകമാണ്. ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയുള്ള എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എത്ര പേരുണ്ട്, അവരുടെ അഗ്രിഗേറ്റ് ഇൻകമാണ്, ടോട്ടൽ ഇൻകമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫാമിലിയിൽ ചിലപ്പോൾ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഹസ്ബൻഡിന് ജോലിയുണ്ട്, രണ്ട് കുട്ടികൾ, ഒരാൾക്ക് ജോലിയുണ്ട്. അപ്പം ഫാമിലി ഇൻകം എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഇൻകം പ്ലസ് ആ പറഞ്ഞ രണ്ട് കുട്ടികൾ ഏതെങ്കിലും ഒരാളുടെ ആ ജോലി ചെയ്യുന്ന ആ കുട്ടിയുടെ ഇൻകം. അപ്പോൾ അതാണ് ഫാമിലി ഇൻകം. പിന്നെ പ്രൊപ്പൻസിറ്റി ടു സേവ്,
എത്രത്തോളം സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രൊപ്പൻസിറ്റി ടു സേവ്. അതായത് അവരുടെ ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ ഒഴിവാക്കിയിട്ട്, ചിലവ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് സേവിങ്സ് എന്ന് പറയും. അതാണ് പ്രൊപ്പൻസിറ്റി ടു സേവ്. അതിനുള്ള ടെൻഡൻസി, സേവ് ചെയ്യാനുള്ള ടെൻഡൻസി. പിന്നെ കൺസ്യൂമർ ക്രെഡിറ്റ് ആണ്. കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവൈലബിലിറ്റി ഓഫ് ബാങ്ക് ഫിനാൻസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഔട്ട് റൈറ്റ് പർച്ചേസ് ചെയ്യാം. അതായത് ഇപ്പം വലിയ പ്രൈസുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഔട്ട് റൈറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എമൗണ്ട് പേ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് കിട്ടും. അതായത് ലോൺ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ പ്രൈസിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളത് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ EMI ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ആ ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് ആ സാധനം കിട്ടും. ബാക്കി നമ്മളെന്താ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ EMI ആയിട്ട് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് കൂടി ഉണ്ടാവും, അതുകൂടി ആഡ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഏറ്റവും വില കൂടിയ എല്ലാ പ്രൊഡക്ട്സും എല്ലാവരും എന്ത് ചെയ്യുന്നത്, EMI ഇപ്പം എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ EMI ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സാധാരണ വണ്ടി വാങ്ങുമ്പോഴും, അതായത് ഇപ്പം ബൈക്ക് ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, ഏത് രീതിയിലുള്ള വെഹിക്കിൾസ് ആയിക്കോട്ടെ, നമുക്ക് അത്രയും കപ്പാസിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് അലോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, സമീപിക്കാം. അതിനനുസരിച്ച് നമുക്ക് അവരുടെ ഓരോ പ്ലാൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ നമുക്ക് ക്രെഡിറ്റ് തരാൻ റെഡി ആണെങ്കിൽ നമുക്ക് അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാം, നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ്, പേഴ്സണൽ ഇൻകം നമുക്കറിയാം, ഓരോരുത്തരെയും കപ്പാസിറ്റി എത്രയാണ് അതിനനുസരിച്ച് മാത്രമാണ് അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ. പിന്നെ ഫാമിലി ഇൻകവും അതുപോലെ തന്നെയാണ്. ഒരു ഫാമിലിയിൽ എത്ര പേർക്ക് ജോലിയുണ്ട്, എത്ര പേർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഫാമിലി ഇൻകം. പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ട് ബാക്കി എത്ര സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം സേവിങ്സ് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, നമ്മുടെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ സാരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. റൈറ്റ്. കൺസ്യൂമർ ക്രെഡിറ്റും എന്താണ്, ഇതുപോലെ തന്നെയാണ്. ഇത് ഇപ്പം എക്കണോമി ഒരു മോശം സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നമുക്ക് കൺസ്യൂമർ ക്രെഡിറ്റ് തരുന്നത് എന്താണ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബാങ്കുകൾ, അതുപോലെ മറ്റുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അവരൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമർ ക്രെഡിറ്റ് മെയിനായിട്ട് ലോൺസ് തരാനായിട്ട് റെഡിയാവുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ പക്ഷേ നമ്മുടെ എക്കണോമി, നമ്മുടെ കൺട്രിയിലെ ഹോൾ എക്കണോമി ഒരു മോശം സിറ്റുവേഷൻ ആണെങ്കിൽ അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും. കാരണം അവരുടെയൊക്കെ എന്തായിരിക്കും, ഫൈനാൻഷ്യലി അവരുടെയൊക്കെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാനുള്ള ചോയ്സ് അവിടെ ഇല്ല. അതെന്തുകൊണ്ടാണ്? ക്രെഡിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും, ഒന്നെങ്കിൽ നമ്മളൊരു കൊളാട്രൽ അവർക്ക് കൊടുക്കണം, ഒരു സെക്യൂരിറ്റി എന്തെങ്കിലും കൊടുക്കണം. എൻഷുറിങ് എന്താണ്, റീപേയ്മെൻറ്റ്, നമ്മൾ വാങ്ങിയിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കും എന്നുള്ളത്
ഉറപ്പാക്കാൻ എന്തെങ്കിലും രീതിയിലുള്ള സെക്യൂരിറ്റീസ് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ വാങ്ങിയ എമൗണ്ട് തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു അഷുറൻസ് വേണം എന്നുള്ളതാണ്. അപ്പം എക്കണോമി ഒരു ബാഡ് സിറ്റുവേഷൻ, നമ്മുടെ ടോട്ടൽ സമ്പദ് വ്യവസ്ഥ തന്നെ ഒരു മോശം സിറ്റുവേഷൻ ആണെങ്കിൽ പൊതുവെ ആളുകൾക്ക് ജോലി ഉണ്ടാവില്ല, ഇൻഫ്ലേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്രെഡിറ്റ് ഓരോരുത്തർക്കും ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനീസ് തന്നെ പൂട്ടിപ്പോണ്ട അവസ്ഥയായിരിക്കും വരിക. കാരണം ആളുകൾക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി എക്കണോമിയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രെഡിറ്റ് ഗിവിങ് ഓപ്ഷൻസ് കമ്പനീസ് എന്ത് ചെയ്യില്ല, ബാങ്കുകൾ ഒട്ടും തന്നെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ഇത്തരത്തിലുള്ള ഹൈ പ്രൈസസ് ഉള്ള എല്ലാത്തരം സാധനങ്ങളും വാങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി കുറയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമിക് ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്. ഓക്കെ, അടുത്ത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അത് നമുക്കറിയാം, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ലീഗൽ ഫോഴ്സസ്, ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ എക്കണോമിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അതായത് പൊളിറ്റിക്കലി ആ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും എന്താണ്, എല്ലാത്തിനും പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത് ഡയറക്റ്റ്ലി എക്കണോമീനെ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീനെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരു കമ്പനിയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അവർ താല്പര്യപ്പെടില്ല. കാരണം എല്ലായ്പ്പോഴും ഈ പറഞ്ഞ പോലെ ഭരണമാറ്റങ്ങളും അതുപോലെ അക്രമങ്ങളും അരക്ഷിതാവസ്ഥകളൊക്കെ ആകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല, ഒരു നല്ല എൻവയോൺമെൻറ്റ്, ഒരു ബിസിനസ് നടത്തി പോരാനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മളൊരു സ്റ്റേബിൾ ഡെമോക്രസിയാണ്. 5 വർഷം ഏകദേശം 90-കൾക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ്റും 5 വർഷം ഭരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പൊളിറ്റിക്കലി രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ, പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള പല രാജ്യങ്ങളും തീവ്രവാദവും അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ രാഷ്ട്രീയ അട്ടിമറി, അതുപോലെ പട്ടാള അട്ടിമറി, ഇതൊക്കെ നടക്കുന്ന, അതുപോലെ ഗവൺമെൻറ്റുകൾക്ക് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതൊക്കെ നടക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ആ കൺട്രീസൊക്കെ എന്താണ്, പൊളിറ്റിക്കലി അൺസ്റ്റേബിളാണ്. അതുപോലെ ഡിഫറെൻറ്റ് വാർസ് നടക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എന്താണ്, പൊളിറ്റിക്കലി അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും തന്നെ എന്തുണ്ടാവില്ല, ബിസിനസ്സിന് ഒട്ടും തന്നെ വളക്കൂറുള്ള ഒരു മണ്ണല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തരം ബിസിനസ് എഫേർട്സും എല്ലാ കമ്പനീസും എന്ത് ചെയ്യും, അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്ന യാതൊരു വിധത്തിലെ ബിസിനസ്സും അവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ വളരെ മോശമായിട്ട് ബാധിക്കുന്നുള്ളതാണ്. പിന്നെ ലീഗൽ ഫോഴ്സസും അതുപോലെ തന്നെയാണ്. അതായത് ഇതുപോലെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ, അതിനാണ് നമ്മൾ ലീഗൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീഗൽ ഫോഴ്സസിൻ്റെ വലിയ രീതിയിലുള്ള സ്വാധീനവും നമ്മളെന്ത് ചെയ്യും, കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ സാരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതാണ്. അതായത് ഇപ്പോൾ ഒരു രാജ്യത്തൊരു കമ്പനി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ സംഹിത അതല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനം പൂർണ്ണമായിട്ടും അനുസരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെന്ത് ചെയ്യും, കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുന്നേ മാഗിയുടെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് മാഗിയിൽ പോലുള്ള പ്രൊഡക്റ്റുകളിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു വിഷാംശമുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുകയും അവർക്കെതിരെ ലീഗലി ഗവൺമെൻറ് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ സെക്ടർ, അതായത് ഈ ഫാസ്റ്റ് ഫുഡ് റിലേറ്റഡ് സെക്ടറിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ മായം കലർന്ന ഫുഡുകളൊക്കെയാണ് മാർക്കറ്റിലുള്ളത് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാവുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ പർച്ചേസ് ചെയ്യുന്നതിൽ ഒരുപാട് പേര് വിമുഖത കാണിക്കുകയും ചെയ്തു. അപ്പോൾ അതെന്ത് ചെയ്യും, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പർച്ചേസ് ബൈയിങ് ബിഹേവിയറിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഇപ്പം ഫുഡ് സേഫ്റ്റി ആക്റ്റൊക്കെ നമുക്കുണ്ട്. അപ്പോൾ സേഫായിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ അല്ല പല രീതിയിലുള്ള ഫുഡുകളും ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യും, ലീഗലി സ്വാഭാവികമായിട്ടും ആളുകൾ മൂവ് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ അത്തരം പ്രൊഡക്ട്സ് വാങ്ങുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, അവരുടെ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും. അവരെന്ത് ചെയ്യും, അത് വാങ്ങാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ലീഗൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസസ്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഏത് രീതിയിലാണ് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന അഡ്വാൻസസ് ബാധിക്കുക എന്നുള്ളത്. റൈറ്റ്. എപ്പോഴും എല്ലാ കമ്പനീസും ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആവാനായിട്ടാണ് നോക്കുക. അപ്പം കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും എന്താണ്, ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അത്തരം പ്രൊഡക്ട്സ് വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എല്ലായ്പ്പോഴും എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സ് കാണിക്കുക എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ അപ്ഡേഷൻ്റെ കാര്യം നമ്മൾ പറയുന്നത് ക്ലാസിക് എക്സാമ്പിൾ നോക്കിയയുടെ ഒരു വൻ തകർച്ച നേരിട്ടതും ആൻഡ്രോയിഡ് ഫോണുകളുടെ ഒരു കടന്നുകയറ്റം അല്ലേ. ആൻഡ്രോയിഡിലേക്ക് മാറാൻ നോക്കിയ വിമുഖത കാണിക്കുകയും അവരുടെ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോവുകയും ആൻഡ്രോയിഡ് കൊണ്ടുവന്ന സാംസങ് പോലുള്ള മൊബൈൽസ് അവരുടെ മാർക്കറ്റ് വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും നല്ല ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കമ്പനീസ് അതല്ലെങ്കിൽ ഏറ്റവും നല്ല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാനായിരിക്കും എന്നുള്ള ഏറ്റവും നല്ല ഡിമാൻഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, എങ്ങനെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ഏതൊക്കെയാണ്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.